നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വാർത്താമാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണല്ലോ ADGP അജിത് കുമാറിനെതിരെ PV അൻവർ MLA നൽകിയ പരാതിയും അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ. അത് വലിയ വിവാദമാക്കുകയും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് 4 ദിവസത്തെ ലീവ് ആവശ്യപ്പെട്ടുകൊണ്ട് ADGP ലീവിൽ പ്രവേശിച്ചത്. എന്നാൽ ആ ലീവ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഈ വിഷയം അന്വേഷിക്കാനായിട്ട് സർക്കാർ DGP ചുമതലപ്പെടുത്തി. അദ്ദേഹം സർക്കാരിനോട് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത് ഈ വിഷയം വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് അന്വേഷിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അനധികൃതമായ അദ്ദേഹം സമ്പാദ്യങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് ആഡംബര വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ചയിൽ വന്നതുകൊണ്ട് ആ വിഷയം അന്വേഷിക്കണം. ഇങ്ങനെ പോലീസ് ആസ്ഥാനത്ത് അസാധാരണമായ പല നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിലെ ADGPയുടെ മൊഴി എടുത്തതായിട്ടും പറയപ്പെടുന്നുണ്ട്. DGP ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായ നിലയിൽ ഒരധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് നേരെ വരുന്ന ആരോപണങ്ങളിൽ അതിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഒരുപക്ഷെ ആദ്യമായിരിക്കും. ഏതായാലും അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്താനായിട്ട് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അന്വേഷണങ്ങൾ വരട്ടെ, അന്വേഷണങ്ങളുടെ പുരോഗതി മനസ്സിലാക്കിയിട്ട് ആവശ്യത്തിൽ പ്രതികരിക്കാമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഈ ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഉത്തരവ് അധികം താമസിയാതെ തന്നെ ഇറങ്ങും. സംസ്ഥാന പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ ഒരു സംഭവമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. മുമ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അത് പ്രതികരിക്കുകയും ചെയ്യാവുന്നതാണ്. ഏതായാലും ഒരു MLA ഉണ്ടാക്കിയ പുകില് അത് ചില്ലറയല്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളെ താഴെ ഇറക്കാനുള്ള ഭഗീരഥ പ്രയത്നമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് അതേപടി മറുപടി നൽകാതെ ആ വിഷയത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. സാധാരണ എല്ലാവരും പറയുന്ന പോലെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കട്ടെ. അതിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് അതിനകത്ത് അഭികാമ്യമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ആ നിലയിൽ തന്നെ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിനുള്ളൊരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും കടന്നു വരുന്നതോടുകൂടെ പഴയത് പലതും ചർച്ചയല്ലാതാകുകയാണ്. നമുക്ക് കാണാം. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.